നോക്കി, അട്ടപ്പാടിയിൽ രോഗിയെ മുളയിൽ ചുമന്നു എന്ന പറയുന്ന സംഭവം വ്യാജമാണെന്ന് വി കെ ശ്രീകണ്ഠൻ. ഊരിലേക്ക് റോഡ് സൗകര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ BJP പ്രവർത്തകർ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവാവിന് രോഗമൊന്നുമില്ലെന്ന് വ്യക്തമായെന്നും വി കെ ശ്രീകണ്ഠൻ പറയുന്നു. ഇങ്ങനൊരു യുവാവ് അദ്ദേഹത്തെ സഹപ്രവർത്തകരെ കൂടിയിട്ട് തോളിൽ കയറ്റി കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് BJPക്കാരെ കൂടി ഉണ്ടാക്കിയൊരു കെട്ടുകഥയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ആയ PMGSY റോഡ് 2017 തുടങ്ങിയ റോഡ് പകുതി വെച്ച്, അതായത് മണ്ണിടിച്ചിലും പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ 450 മീറ്റർ ചെയ്യാതെ പോയി. പക്ഷെ അവിടേക്ക് ഇപ്പോൾ ഗതാഗത സൗകര്യമുണ്ട്. അപ്പോൾ ഗതാഗത സൗകര്യമില്ലാത്ത ഊരിൽ നിന്നും യുവാക്കൾ അത്യാസന്ന നിലയിലായിട്ടുള്ള സഹപ്രവർത്തകനെ ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് വലിയ വാർത്ത കൊടുത്തു. സത്യത്തിൽ ഇത് BJPയോട് അനുഭവമുള്ള ഒരു ചാനലാണ് ആദ്യം പുറത്തുവിട്ട്. എല്ലാവരും അതിൻ്റെ പിറകെ പോയി വാർത്തയും കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ പറയുന്നത് ഈ യുവാവിന് യാതൊരു കുഴപ്പമില്ല, കഴിഞ്ഞ ദിവസം പ്രേമനൈരാശ്യം കൊണ്ട് വീട്ടിൽ പിണങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടി ഒപ്പിച്ചൊരു കഥയാണെന്ന് പറയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി അന്വേഷിക്കണം. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷിച്ചിരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, ഇത് ക്രോസ് ചെക്ക് ചെയ്യാതെയാണോ 24 ഉൾപ്പെടെ ഈ വാർത്ത നൽകിയത്? ഇതൊരു MP-യുടെ ആരോപണമാണ് സ്കേൻ. ആ യുവാക്കൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടതാണ്, അട്ടപ്പാടിയിൽ ഈ തരത്തിൽ ഒരു മുളയിൽ ഒരു തുണിയിൽ കെട്ടിക്കൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത് കൃത്രിമമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രതിഷേധമായിരുന്നു, BJPയുടെ ഒരു സ്പോൺസർഡ് പ്രതിഷേധമായിരുന്നു ഇത് എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി BJP അവിടുത്തെ യുവാക്കളുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു നാടകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഊരിലേക്ക് റോഡുണ്ട്, നമ്മളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഊരിലേക്ക് റോഡുണ്ട്, പക്ഷേ ആംബുലൻസ് വരത്തക്ക രീതിയിലുള്ള വലിയ റോഡല്ല, വളരെ ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് അവിടേക്ക് എത്തില്ല എന്ന് പറഞ്ഞത് വാസ്തവമായിരുന്നു. ഈ 2 കിലോമീറ്റർ അപ്പുറത്താണ് ആംബുലൻസ് നിർത്തിയിട്ടിരുന്നത് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടേക്ക് ഈ ഊരിലേക്ക് എത്തിച്ചേരാൻ ആംബുലൻസിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 കിലോമീറ്ററോളം ഒരു മുളയിൽ ഒരു തുണിയിൽ കെട്ടിയാണ് യുവാവിനെ എത്തിച്ചിരുന്നത്. പക്ഷേ ആ യുവാവിൻ്റെ രോഗാവസ്ഥ സംബന്ധിച്ച് തനിക്ക് സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ചില പ്രേമ നൈരാശ്യത്തെ തുടർന്ന് ദിവസങ്ങളോളമായി വീട്ടിൽ തുടരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ വ്യാജമായി ഈ പെൺകുട്ടിയെ ധരിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ, ഒരു വാർത്തയാക്കാൻ വേണ്ടി നടത്തിയൊരു ഇടപെടലാണിത്. അതിന് BJP പ്രവർത്തകർ കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP പറയുന്നത്. ഇതിപ്പോൾ ഇത്ര വലിയ ചർച്ചയാകാൻ കാരണം സ്കേൻ, പാലക്കാട് മണ്ഡലത്തിൽ നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. വിജയരാഘവൻ കൂടി CPM സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഇപ്പുറത്ത് BJPയിൽ C കൃഷ്ണകുമാർ, UDFൽ നിന്ന് വി കെ ശ്രീകണ്ഠൻ. ശക്തമായ മത്സരം നടക്കും. അപ്പോൾ ആ സമയത്ത് MP-യെ ഇകഴ്ത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം BJP നടത്തുന്നത് എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു വെക്കുന്നത്. സ്കേൻ, നിഖിൽ, ഇന്നലെ ശങ്കർ മഹാദേവൻ്റെ കൂടെ ഗാനമേളയൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. പാലക്കാടൊക്കെ ജനസഹസ്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിഖിൽ പ്രമേഷ് എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ശങ്കർ മഹാദേവൻ്റെ കൂടെയുള്ള പ്രകടനം? സ്കേൻ, അങ്ങനെ ഒരു വലിയ അവസരം ഇന്നലെ കിട്ടി. പാലക്കാട് വടക്കന്തറ വേല എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞ കുറേയധികം ദിവസമായി നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പ്രമുഖരായ ഗായകരൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് പാലക്കാട്ടെ എല്ലാവർക്കും അറിയാവുന്ന മ്യൂസീഷ്യനാണ് പ്രകാശ് ഉള്ളേരി. അദ്ദേഹം എന്നെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആ വേദിയിലൊന്ന് നിൽക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. പക്ഷേ ശങ്കർ മഹാദേവനൊപ്പം വളരെ 2 വരികളാണെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം വേദിയിൽ നിന്ന് പാടാൻ പറ്റി. ഒരുപാട് സന്തോഷം. ജീവിതത്തിലെ എന്താ പറഞ്ഞത്? 24 എന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് ഞാൻ ഒരു ജേർണലിസ്റ്റ് ആണ് എന്ന് എന്നെ ഞാൻ പറഞ്ഞതല്ല, എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. സത്യത്തിൽ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഒരു ജേർണലിസ്റ്റ് ഒരു പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അതും ഈ ഫുൾ ടൈം ഉള്ള ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് കേട്ടപ്പം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ശങ്കർ മഹാദേവന്റെ കൂടെ പാടിയ ആ പാട്ടിന് 2 ലൈൻ കേൾക്കാം. ജേർണലിസ്റ്റ് പാടട്ടെ. ഓക്കെ സ്കേൻ. பஞ்சவண்ண கிளி நீ பறந்த பின்னாலும் 5 வண்ணம் நெஞ்சில் இருக்கும். பஞ்சவண்ண கிளி நீ பறந்த பின்னாலும் 5 வண்ணம் நெஞ்சில் இருக்கும். தக்கு 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 ஓ திக்கு 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 ஓ வராவே நதிக்கரவோரம் ஒரே ஒரு பார்வை பார்த்தேன். கனாவாலோடி மறந்த கண்ணில் ஒரு காட்சியெல்லாம் கண்மணியே உருகும், காணாத உருகும்
കണ്ണുക്കുള്ള ഈർക്കും. ഇതിൽ കുറച്ച് വരിയാണ് അദ്ദേഹത്തോടൊപ്പം Okay, പാടാൻ thank you, കഴിഞ്ഞത്. thank you. പക്ഷേ ഈ പാട്ടാണ് നിഖിൽ പ്രമേഷ് ശങ്കർ മഹാദേവനുമായി ചേർന്ന് പാടിയത്. ജീവിതത്തിന് എന്താ വേണ്ടത്? താങ്ക് യു നിഖിൽ പ്രമേഷ്. പാലക്കാട് നടന്നൊരു ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശങ്കർ മഹാദേവനൊപ്പം നമ്മുടെ പാലക്കാട് പ്രതിനിധി നിഖിൽ പ്രമേഷിന് അദ്ദേഹത്തിനോടൊപ്പം പാടാൻ അവസരം കിട്ടി. അതൊരു വലിയ മനുഷ്യനാണ്. നമുക്ക് ഈ യഥാർത്ഥ മനുഷ്യനെ കണ്ടാൽ മനസ്സിലാകുന്ന കലാകാരന്മാരിൽ ഒരു അപൂർവ ജനുസിൽപ്പെട്ട ആളാണ് ശങ്കർ മഹാദേവൻ.